Malayalam Computing. Class 6. Transliteration. Transliteration. Transliteration is the process of transferring a word from the alphabet of one language to another. Transliteration എന്ന് പറഞ്ഞാൽ ഒരു ലാംഗ്വേജിലെ ഒരു ആൽഫബറ്റിനെ വേറൊരു ലാംഗ്വേജിലെ ആൽഫബറ്റ് കൊണ്ട് അല്ലെങ്കിൽ വേർഡ്സ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്ന പ്രക്രിയയാണ് ട്രാൻസ്ലിറ്ററേഷൻ. ഒരു ലാംഗ്വേജിലെ ഒരു വേർഡിനെയോ ആൽഫബറ്റിനെയോ വേറൊരു ലാംഗ്വേജിലെ വേർഡിനെയോ ആൽഫബറ്റോ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിൽ കൂടുതലും നമ്മൾ വേർഡ്സ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലാംഗ്വേജിലെ ഒരു വേർഡിനെ വേറൊരു ലാംഗ്വേജിലെ ആൽഫബറ്റ്സ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ നോക്കിയാൽ ഇപ്പം ഒരു മലയാളം വേർഡാണ് പുസ്തകം. നമ്മൾ ഇംഗ്ലീഷിൽ PUSTHKAM എന്ന് പറഞ്ഞാൽ ശരിക്കും പുസ്തകം എന്നുള്ളത് ഇംഗ്ലീഷ് ലാംഗ്വേജിലെ വേർഡല്ല, മലയാള ലാംഗ്വേജിലെ വേർഡാണ്. പക്ഷെ ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ആൽഫബറ്റ്സ് വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യണത്. ഇതിനെയാണ് നമ്മൾ ട്രാൻസ്ലിറ്ററേഷൻ എന്ന് പറയുന്നത്. ഒരു ലാംഗ്വേജിലെ ഒരു വേർഡിനെ വേറൊരു ലാംഗ്വേജിലെ ആൽഫബറ്റ്സ് കമ്പൈൻ ചെയ്ത് വേർഡ്സ് ഉണ്ടാക്കി റെപ്രസെന്റ് ചെയ്യുന്നു. Transliteration is the practice of converting a text from one script to another in a systematic way. എന്ന് പറഞ്ഞാൽ ഒരു സ്ക്രിപ്റ്റ് ഉദ്ദേശിക്കുന്നത് ഒരു ലാംഗ്വേജ് ആണ്. ഒരു ലാംഗ്വേജിലെ ഒരു ടെക്സ്റ്റിനെ വേറൊരു ലാംഗ്വേജിലെ മാറ്റുന്ന സിസ്റ്റമാറ്റിക് വേയിൽ മാറ്റുന്നു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സൗണ്ടിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. ഫോണറ്റിക്കിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഇവിടെ, പ്രൊനൗൺസിയേഷന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഇവിടെ ചേഞ്ച് വരും. നമ്മളിപ്പം മലയാളത്തിൽ പുസ്തകം, ആ പൂ എന്നുള്ളതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ PU, പുസ്തകം STHKM എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലാംഗ്വേജിലെ ഒരു വേർഡിനെ വേറൊരു ലാംഗ്വേജിലെ വേർഡ്സ് കൊണ്ട് ശബ്ദപരമായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെ നമുക്ക് ട്രാൻസ്ലിറ്ററേഷൻ എന്ന് പറയാം. Transliteration helps people pronounce words and names in foreign languages. ഇതാണ് ട്രാൻസ്ലിറ്ററേഷന്റെ ഏറ്റവും വലിയൊരു പ്രയോജനം. ഇപ്പോൾ നിങ്ങൾക്ക് റഷ്യൻ ഭാഷ അറിഞ്ഞുകൂടാ, നിങ്ങൾക്ക് റഷ്യൻ വേർഡ് പ്രൊണൗൺസ് ചെയ്യണം. റഷ്യൻ ഭാഷ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് തന്നെ റഷ്യൻ ഭാഷയിൽ എഴുതിയാൽ ആ വേർഡ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾക്ക് മലയാളം അറിയാം. അപ്പം റഷ്യൻ ഭാഷയിൽ പ്രൊണൗൺസ് ചെയ്യേണ്ട വേർഡ് മലയാളം ലെറ്റേഴ്സ് യൂസ് ചെയ്ത് മലയാളത്തിൽ എഴുതുന്നാൽ അത് നിങ്ങൾക്ക് മലയാളം അറിയാമായിരുന്നുകൊണ്ട് നമുക്ക് വായിക്കാൻ പറ്റും. അപ്പം മലയാളത്തിൽ എഴുതിയ ആ റഷ്യൻ വേർഡ്സ് നിങ്ങൾ വായിക്കും. ഈ പ്രയോജനമാണ് ട്രാൻസ്ലിറ്ററേഷൻ കൊണ്ടുള്ളത്. ഫോറിൻ ലാംഗ്വേജസ് അറിഞ്ഞുകൂടെങ്കിലും ഫോറിൻ ലാംഗ്വേജസിലെ വേർഡ്സും സെന്റൻസസും നമുക്കറിയാവുന്ന ലാംഗ്വേജിൽ എഴുതി തന്നാൽ അത് നമുക്ക് പ്രൊണൗൺസ് ചെയ്യാൻ, ഉച്ചരിക്കാനായിട്ട് സാധിക്കും, എന്നുവെച്ചാൽ പ്രൊണൗൺസ് ചെയ്യാനായിട്ട് സാധിക്കും. Unlike a translation which tells you the meaning of a word that is written in another language, a transliteration only gives you an idea of how the word is pronounced by putting it in a familiar alphabet. ഇവിടെയാണ് ട്രാൻസ്ലിറ്ററേഷനും ട്രാൻസ്ലേഷനും തമ്മിലുള്ള വ്യത്യാസം. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ പരിവർത്തനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഭാഷയിൽ എഴുതിയ ഒരു വേർഡ്സിന്റെ അർത്ഥം മറ്റേ ഭാഷയിൽ എഴുതുന്നതാണ് ട്രാൻസ്ലേഷൻ. ഇവിടെ അർത്ഥമല്ല ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, അതിന് വരാൻ പ്രൊണൗൺസിയേഷൻ ആണ്. ഒരു ഭാഷയിൽ എഴുതിയ ഒരു വേർഡിന്റെ ശബ്ദ അനുകരണമായി വേറൊരു ഭാഷയിൽ നമ്മൾ അത് എഴുതുന്നു, അതിനെയാണ് ട്രാൻസ്ലിറ്ററേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അർത്ഥത്തിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് പ്രൊണൗൺസിയേഷൻ ആണ്. Transliteration changes the letters from the word's original alphabet to similar sounding letters in a different one. ട്രാൻസ്ലിറ്ററേഷൻ എന്ന് പറയുന്നത് ആ വേർഡിന്റെ ഒറിജിനൽ ആൽഫബറ്റിനെ മാറ്റി വേറൊരു ഭാഷയിലെ സിമിലർ സൗണ്ടിങ് വേർഡ്സ്, ഏത് ഭാഷയിലോട്ടാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ഉദ്ദേശിക്കുന്നത് ആ ഭാഷയിലെ സിമിലർലി സൗണ്ടിങ് വേർഡ്സ് യൂസ് ചെയ്ത് കൺവേർട്ട് ചെയ്യുന്ന പ്രക്രിയയാണ് ട്രാൻസ്ലിറ്ററേഷൻ.
Transliteration is a mapping from one system of writing into another, word by word or ideally letter by letter. അപ്പോൾ രണ്ട് ലാംഗ്വേജ് തമ്മിലുള്ള ഒരു മാപ്പിംഗ് ആണ് നടക്കുന്നത് സൗണ്ടിന്റെ പരമായിട്ട്. അപ്പോൾ ഒരു ലാംഗ്വേജ്, ഒരു സിസ്റ്റം ഓഫ് റൈറ്റിംഗും വേറൊന്നും തമ്മിലുള്ള ഒരു മാപ്പിംഗ് ആണ്. ഒന്നുകിൽ വാക്ക് വെച്ച് നമ്മൾ മാപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ കൂടുതൽ പെർഫെക്റ്റ് ആവണമെങ്കിൽ ലെറ്റർ ബൈ ലെറ്റർ ആയിട്ട് മാപ്പ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു ലാംഗ്വേജിലെ ഒരു വേർഡിനെ അതിന്റെ പ്രൊനൗൺസിയേഷൻ പോയിന്റ് ഓഫ് വ്യൂല് വേറൊരു ലാംഗ്വേജിലെ വേർഡ്സ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്ലിറ്ററേഷൻ എന്ന് പറയുന്നത്. Transliterating a term does not mean translating it. Rather, it means representing in a different alphabet. വീണ്ടും പറയണം, ട്രാൻസ്ലേഷനായിട്ട് ഇതിന് യാതൊരു കമ്പാരിസണും ഇല്ല, രണ്ടും വ്യത്യാസമാണ്. ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥമാണ് പറയുന്നത്. ഇവിടെ അർത്ഥമല്ല പറയുന്നത്. ഒരു വേർഡിനെ വേറൊരു ഭാഷയിലെ ആൽഫബറ്റ് യൂസ് ചെയ്ത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. Oftentimes, transliteration is done on the basis of phonetic similarity. സാധാരണഗതിയിൽ കൂടുതലും ഈ ശബ്ദപരമായ സിമിലാരിറ്റി ഇല്ല, അതാണ് ഫോണറ്റിക് സിമിലാരിറ്റി. ഫോണറ്റിക് സിമിലാരിറ്റി യൂസ് ചെയ്താണ് ഈ ട്രാൻസ്ലിറ്ററേഷൻ നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ട്രാൻസ്ലിറ്ററേഷൻ ചെയ്യുന്ന ഗൂഗിളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ് ഗൂഗിൾ ട്രാൻസ്ലിറ്ററേഷൻ ഇൻപുട്ട് മെത്തേഡ് എഡിറ്റർ. അത് നമ്മൾ നോക്കാം. Google Transliteration Input Method Editor. Google Transliteration IME is an input method editor which allows users to enter text in one of the supported languages. അപ്പോൾ നമ്മൾ ഒരു ലാംഗ്വേജിൽ നമ്മൾ വേർഡ്സ് കൊടുക്കുന്നു, അതിനെ ശബ്ദത്തിന്റെ പരമായിട്ട് വേറൊരു ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിനുവേണ്ടി ഗൂഗിളിൽ ഉള്ള ഒരു ടൂളാണ് ഗൂഗിൾ ട്രാൻസ്ലിറ്ററേഷൻ ഇൻപുട്ട് മെത്തേഡ് എഡിറ്റർ. ഇൻപുട്ട് മെത്തേഡ് എഡിറ്റേഴ്സ് കൺവേർട്ട് കീ സ്ട്രോക്സ് ടു ക്യാരക്ടേഴ്സ് ഇൻ അനദർ ലാംഗ്വേജ്. ഒരു വേർഡില് ഒരു ലാംഗ്വേജിലെ ഒരു വേർഡിനെ ശബ്ദപരമായിട്ട് വേറൊരു ലാംഗ്വേജിലെ വേർഡ്സുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ ഒരു പ്രക്രിയയാണ് ഇൻപുട്ട് മെത്തേഡ് എഡിറ്റർ ചെയ്യുന്നത്. അപ്പോൾ കീ സ്ട്രോക്സിനെ വേറൊരു ലാംഗ്വേജിലെ ക്യാരക്ടറായിട്ട് മാറ്റുന്നു. യൂസേഴ്സ് ക്യാൻ ടൈപ്പ് എ വേർഡ് ദി വേ ഇറ്റ് സൗണ്ട് യൂസിംഗ് ലാറ്റിൻ ക്യാരക്ടേഴ്സ് ആൻഡ് ഗൂഗിൾ ട്രാൻസ്ലിറ്ററേഷൻ IME വിൽ കൺവേർട്ട് ദി വേർഡ് ടു ഇറ്റ്സ് നേറ്റീവ് സ്ക്രിപ്റ്റ്. അപ്പോൾ യൂസേഴ്സിന് ഒരു വേർഡ് ടൈപ്പ് ചെയ്യാം ലാറ്റിൻ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്ത്. നമ്മൾ ആൽഫബറ്റ്സ് ഉൾപ്പെടെ റോമൻ ക്യാരക്ടേഴ്സ് ആണ്, അപ്പൊ അതൊക്കെ കോമ്പാറ്റബിൾ ആണ്. ലാറ്റിൻ ക്യാരക്ടേഴ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഗൂഗിൾ ട്രാൻസ്ലിറ്ററേഷൻ IME ആ വേർഡിനെ അതിന്റെ നേറ്റീവ് സ്ക്രിപ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യും. ഇതാണ് നമ്മൾ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകം എന്നുള്ള മലയാളം വേർഡ് ഇംഗ്ലീഷ് വേർഡിൽ ടൈപ്പ് ചെയ്താൽ PUSTCKM ടൈപ്പ് ചെയ്താൽ അതിനെ കൺവേർട്ട് ചെയ്ത് നേറ്റീവ് സ്ക്രിപ്റ്റ്, അതിന്റെ നേറ്റീവ് സ്ക്രിപ്റ്റ്. കാരണം ഈ പുസ്തകം എന്ന് പറയുന്നത് മലയാളം ലാംഗ്വേജിലെ വേർഡാണ് എന്ന് പറഞ്ഞാൽ പുസ്തകം എന്ന് പറഞ്ഞ വേർഡിന്റെ നേറ്റീവ് സ്ക്രിപ്റ്റ് ആണ് മലയാളം. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് യൂസ് ചെയ്ത് പുസ്തകം എന്ന് എഴുതിയാൽ ഈ ഗൂഗിൾ ട്രാൻസ്ലിറ്ററേഷൻ IME അതിനെ എക്സാക്ട് മലയാളം ലാംഗ്വേജിൽ പുസ്തകം എന്ന് എഴുതും. നേറ്റീവ് സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ ഏത് ലാംഗ്വേജിലെ വേർഡ് ആണോ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് ആ ലാംഗ്വേജ് ആണ് ആ വേർഡിന്റെ നേറ്റീവ് സ്ക്രിപ്റ്റ്. It works on a dictionary-based phonetic transliteration approach, which means that whatever you type in Latin characters, it matches the characters with its dictionary and transliteration. ഇവിടെ ഒരു ഡിക്ഷണറി ബേസ് ചെയ്തുള്ള ട്രാൻസ്ലിറ്ററേഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ലാറ്റിൻ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്ത് എന്തോന്നാണ് ടൈപ്പ് ചെയ്യുന്നത് അത് ഡിക്ഷണറിയിനകത്ത് മാച്ച് ചെയ്തിട്ടാണ് അത് വെച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത്. നമ്മൾ എൻ്റർ ചെയ്യുന്ന ലെറ്റേഴ്സ് ലാറ്റിൻ ക്യാരക്ടേഴ്സ് എന്നുള്ള വിഭാഗത്തിൽ പെട്ടതായിരിക്കണം. എന്നാലേ ഈ ഡിക്ഷണറി ആയിട്ട് ബേസ് ചെയ്ത് മാച്ച് ചെയ്ത് ഫോണറ്റിക് ട്രാൻസ്ലിറ്ററേഷൻ ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. Google Transliteration Input Method Editor also gives suggestions for matching words. ഇത് എക്സാക്ട് ഒരു വേർഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ മാത്രമല്ല പല സിറ്റുവേഷനിലും ഇതേ പ്രൊനൗൺസിയേഷൻ ചെറിയ വകഭേദം വന്ന്
വേറെ വേർഡ്സും കാണും, അതേപോലത്തെ വേർഡ്സ് കാണും. ആ സജഷൻസ് തരും. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അപ്പോൾ ഒരു വേർഡ് മാത്രമല്ല നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന ഒരു വേർഡ് ആണ് കൊടുക്കണമെങ്കിലും ആ വേർഡ് അതേപോലെ അതിന്റെ ഒറിജിനൽ ഭാഷയിലാക്കുകയും ചെയ്യും. അതേപോലെ അതുമായിട്ട് വളരെ സാമ്യമുള്ള വേർഡ്സ് കാണിക്കും. നോട്ട് ദാറ്റ് this is not the same as translation. It is the sound of the words that is converted from one alphabet to the other, not their meaning. വീണ്ടും റിപ്പീറ്റ് പറയാണ്, ഇതാണ് ട്രാൻസ്ലേഷൻ ആയിട്ടുള്ള വ്യത്യാസം. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ എക്സാക്ട് മീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എക്സാക്ട് മീനിങ് അല്ല, അതിന് പകരം ഇവിടെ വേർഡ്സിന്റെ സൗണ്ട് ആണ്. വേർഡ്സിന്റെ സൗണ്ട് ആണ് ഇവിടെ നമ്മൾ കൺവേർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഇതിന് ആ വേർഡ്സിന്റെ മീനിങ്ങുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. കൺവേർട്ടഡ് കണ്ടന്റ് വിൽ ഓൾവേസ് ബി ഇൻ യൂണിക്കോഡ്. ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ കണ്ടന്റും യൂണിക്കോഡിൽ പെട്ടതായിരിക്കും. ഗൂഗിൾ IME സപ്പോർട്ട്സ് ഇൻസ്ക്രിപ്റ്റ്, ടൈപ്പ്റൈറ്റർ ആൻഡ് ഫോണറ്റിക് മലയാളം കീബോർഡ്സ്. ഗൂഗിൾ IME ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് ടൈപ്പ് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടൈപ്പ്റൈറ്ററിന്റെ കീബോർഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഫോണറ്റിക് മലയാളം എന്നുള്ള കീബോർഡ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മലയാളത്തിന് ഫുള്ളായിട്ട് ഇപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലിറ്ററേഷൻ IME സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അതിന്റെ എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ: when the word ദൈവം is typed in English, Google IME generated the corresponding phonetically similar മലയാളം word. ഇനി കാണിച്ചിരിക്കുന്നത് നമ്മള് DAIVAM in ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്തു. അപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലിറ്ററേഷൻ IME ദൈവം എന്നുള്ളത് മലയാളം വേർഡാണ് അതിന്റെ കറസ്പോണ്ടിങ്. ഇവിടെയും അതും അതിന് സാമ്യമുള്ള ഒരു ആറാമത്തെ ഇംഗ്ലീഷാണ്, ബാക്കി 5 വേർഡ്സും കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഏതെന്ന് വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ DAIVA എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അതിന് ശബ്ദപരമായിട്ട് സാമ്യമുള്ള ഏറ്റവും മാച്ച് ചെയ്യുന്ന മലയാളം വേർഡ് അത് സെലക്ട് ചെയ്തു. അതാണ് ഇവിടെ ഫോണറ്റിക്കലി സിമിലർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്ത എക്സാമ്പിൾ, another example: when the word പുസ്തകം is typed in English, Google IME generated the corresponding phonetically similar മലയാളം വേർഡ്. നേരത്തെ പറഞ്ഞ പോലെ ഇനി നമ്മൾ പുസ്തകം എന്ന് പറഞ്ഞ വേർഡ് ടൈപ്പ് ചെയ്യാണ്. അങ്ങനെ പുസ്തകം PUSTHAK എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ വീണ്ടും കണ്ട മലയാളത്തിലെ പുസ്തകം, പുസ്തകം, പുസ്തകത്തെ, പുസ്തകം, അങ്ങനെ പല ചോയ്സ് കാണിക്കുന്നു. അപ്പോൾ ഒരു ഭാഷയിലെ ഒരു വേർഡ് നമ്മൾ ടൈപ്പ് ചെയ്താൽ ഇംഗ്ലീഷ് പോലത്തെ ലാംഗ്വേജ് ടൈപ്പ് ചെയ്താൽ അതിനെ കൺവേർട്ട് ചെയ്ത് ഒറിജിനലായിട്ട് കാണിക്കും. ഈ 2 എക്സാമ്പിൾ നമ്മളിപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജ് ടൈപ്പ് ചെയ്തു, അതിന് മലയാളത്തിനാണ് കാണിച്ചത്. ഇത് എപ്പോഴും ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലോട്ട് മാത്രമല്ല, വേറെ ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്തത് ഇംഗ്ലീഷിനെ ഹിന്ദി ആയിട്ട്. another example: when the word ഭാരത് is typed in English, Google IME generated the corresponding phonetically similar ഹിന്ദി word. BHARAT ടൈപ്പ് ചെയ്തു, അപ്പൊ ഇവിടെ മലയാളത്തിന് പകരം അടുത്ത ഹിന്ദി ഭാരത്, 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 ഭാരത് എന്ന് ഡിഫറെന്റ് ചോയ്സ് കാണിക്കും. ഇതാണ് നമ്മൾ ട്രാൻസ്ലിറ്ററേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഭാരത് എന്നുള്ളത് ബേസിക്കലി ഹിന്ദി വേർഡാണ്. ആ BHARAT ടൈപ്പ് ചെയ്തപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ഹിന്ദി വേർഡും അതിനോട് ചേർന്ന് നിൽക്കുന്ന സിമിലർ ആയിട്ടുള്ള വേർഡ്സ് ഉണ്ടെങ്കിൽ അതും കാണിക്കും. Google Transliteration IME is currently available for 22 different languages. ഇപ്പോൾ 22 ഡിഫറെന്റ് ലാംഗ്വേജസിൽ ഗൂഗിൾ ട്രാൻസ്ലിറ്ററേഷൻ IME ഇപ്പം അവൈലബിൾ ആണ്. ആ ലാംഗ്വേജസ് ഒക്കെയാണ് ഇത്: അംഹരിക്, അറബിക്, ബംഗാളി, പാഴ്സിയൻ, ഗ്രീക്ക്, ഗുജറാത്തി, ഹിബ്രു, ഹിന്ദി, കന്നഡ, മലയാളം, മറാത്തി, നേപ്പാളി, ഒറിയ, പഞ്ചാബി, റഷ്യൻ, സാൻസ്ക്രിറ്റ്, സെർബിയൻ, സിൻഹലീസ്, തമിഴ്, തെലുങ്കു, ടിഗ്രിന്യ ആൻഡ് ഉറുദു. അങ്ങനെ 22 ഭാഷകളിൽ ഗൂഗിൾ ട്രാൻസ്ലിറ്ററേഷൻ IME ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതാണ് ട്രാൻസ്ലിറ്ററേഷൻ. ഓക്കെ, താങ്ക് യു.